വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ നൂറുകണക്കിന് മനുഷ്യർക്ക് ജീവൻ നഷ്ടമായപ്പോൾ വന്യമൃഗങ്ങൾ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന ചോദ്യം സജീവ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. രണ്ട് മ്ലാവുകളുടെ ജഡങ്ങൾ കണ്ടെത്തിയ ദൃശ്യങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ വഴി പുറത്തു വരുന്നുണ്ട് എങ്കിലും ഒരാനയ്ക്ക് പോലും ജീവഹാനി സംഭവിച്ചതായി അറിവില്ല. കീരികളും ഉടുമ്പുകളും പാമ്പുകളും കുറുനരികളും കുത്തൊഴുക്കിൽപ്പെട്ട് മരണമടഞ്ഞിട്ടുണ്ടോ? ഇവയുടെ മൃതശരീരങ്ങൾ ഒന്നും തന്നെയും ഇതുവരെ ലഭ്യമായിട്ടുമില്ല. എങ്ങനെയാകാം വന്യമൃഗങ്ങൾ ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്? വന്യമൃഗങ്ങൾക്ക് പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി കാണാനുള്ള കഴിവ് അവയെ തുണച്ചിരിക്കുമോ? വന്യമൃഗങ്ങൾക്ക് ഭൂമികുലുക്കം, സുനാമി, ചുഴലിക്കാറ്റ് മുതലായ പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയുമെന്ന് പല ഗവേഷണങ്ങളിൽ നിന്നും വ്യക്തമായിട്ടുണ്ട്. പക്ഷികൾക്കും മൃഗങ്ങൾക്കും മനുഷ്യന് കേൾക്കാൻ സാധിക്കാത്ത ശബ്ദങ്ങളും കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ടും ഗന്ധങ്ങൾ തിരിച്ചറിയാനും കാന്തിക കിരണങ്ങളോട് പ്രതികരിക്കാനും സാധിക്കും. ആനകൾ പരസ്പരം ആശയവിനിമയം ചെയ്യുന്ന ഇൻഫ്രാസോണിക് സൗണ്ട് നമുക്ക് കേൾക്കാൻ കഴിയില്ല. ആനകൾ കിലോമീറ്ററുകൾ അകലെയുള്ള മറ്റാനകളെ പേര് പറഞ്ഞു വിളിക്കുന്നതായി ഈയിടെ പുറത്തു വന്ന ഗവേഷണ ഫലങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട്. കെനിയയിലെ ആനകളിൽ 3.5 പതിറ്റാണ്ടോളം നടത്തിയ ഗവേഷണങ്ങളാണ് ഈ കണ്ടെത്തലിന് ആധാരമായിട്ടുള്ളത്. അതേപോലെ തന്നെ വവ്വാലുകൾ ആശയവിനിമയം ചെയ്യുന്ന ചില ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കില്ല. പ്രാവുകളും ശലഭങ്ങളും തേനീച്ചകളും കാണുന്ന ലോകങ്ങൾ നമുക്ക് ഇന്നും അന്യമാണ്. വെള്ളിമൂങ്ങകൾക്ക് രാത്രിയിലെ അരണ്ട വെളിച്ചത്തിൽ നമ്മളെക്കാൾ 100 ഇരട്ടി കാഴ്ചശക്തിയുണ്ട്. നായകൾക്കും ഉറുമ്പുകൾക്കും മണത്തറിയാൻ അസാധാരണമായ ശേഷിയുണ്ട്. ഇതര മൃഗങ്ങളും പക്ഷികളും പ്രാണികളുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ദ്രിയ ക്ഷമത എന്ന് പറയുന്നത് തുലവും പരിമിതമാണ്. അതുകൊണ്ടാണ് പ്രകൃതി ദുരന്തങ്ങളുടെ ആഗമന സൂചനകൾ നമുക്ക് മുൻകൂട്ടി തിരിച്ചറിയാൻ കഴിയാത്തത്. വയനാട്ടിലെ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു സ്ത്രീ മലമുകളിൽ ആനകളെ കണ്ടതായി വെളിപ്പെടുത്തിയിരുന്നു. ഒരുപക്ഷെ ദുരന്തത്തിന് മുമ്പേ തന്നെ ആനകൾക്ക് നമുക്കജ്ഞാതമായ എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിരുന്നതിനാൽ മല കയറി സുരക്ഷിത സ്ഥാനത്ത് നിലയുറപ്പിച്ചതായിരിക്കാം. സ്വന്തം വളർത്തുതത്തയുടെ അസ്വാഭാവികമായിട്ടുള്ള പെരുമാറ്റം ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രേരണയായി എന്ന് മറ്റൊരാളും വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ മനുഷ്യന്റെ ഇന്ദ്രിയങ്ങളാൽ തിരിച്ചറിയപ്പെടാത്ത എന്തെങ്കിലും തരത്തിലുള്ള സൂചനകളാകാം മറ്റു വന്യമൃഗങ്ങൾക്ക് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായകമായിട്ടുള്ളത്. പ്രകൃതി ദുരന്തങ്ങൾക്ക് മുൻപേ തന്നെ പക്ഷികളും മൃഗങ്ങളും ഷഡ്പദങ്ങളും പ്രകടിപ്പിക്കുന്ന അസാധാരണമായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ പഠിച്ചാൽ ദുരന്തങ്ങൾ പലതും നമുക്ക് പ്രവചിക്കാൻ സാധിക്കും. വളരെ പണ്ടു മുതൽക്കേ പ്രകൃതിക്ഷോഭങ്ങൾക്ക് മുൻപേ മൃഗങ്ങൾ പ്രകടിപ്പിക്കുന്ന വിചിത്ര സ്വഭാവങ്ങൾ നിരീക്ഷിച്ചു വന്നിരുന്നു. ക്രിസ്തുവിന് മുൻപേ 373 ഗ്രീക്ക് ചരിത്രകാരനായിട്ടുള്ള ഒരു വ്യക്തി ഭൂമി കുലുക്കത്തിന് മുമ്പേ എലികളിലും നായകളിലും മറ്റും വിചിത്ര പെരുമാറ്റങ്ങൾ ദൃശ്യമായതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉറുമ്പുകൾ പൊതുവെ രാത്രിയിൽ മാളങ്ങളിലാണ് കഴിച്ചുകൂട്ടുക. എന്നാൽ ഭൂമി കുലുക്കത്തിന് മുമ്പേ അവ പുറത്തുവന്ന് സജീവമാവുന്നതായി നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, പെരുമഴയ്ക്ക് മുൻപേ കൂട്ടിൽ വെള്ളം കയറാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതായും ഓസ്കിൻ വില്യംസ് തുടങ്ങിയ ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. 1976 ചൈനയിൽ നടന്ന ഭൂമി കുലുക്കത്തിന് മുൻപേ തന്നെ തുമ്പികളുടെ വൻ കൂട്ടങ്ങൾ പ്രത്യക്ഷപ്പെട്ടതായി കണ്ടിരുന്നു. മഴയ്ക്ക് മുൻപേ ചിത്രശലഭങ്ങൾ ചിറകുകൾ നനയാതിരിക്കാൻ ഇലകൾക്കിടയിലും മറ്റും അഭയം തേടാറുണ്ട്. വന്യമൃഗങ്ങൾ മാത്രമല്ല, വളർത്തുമൃഗങ്ങളും പ്രകൃതി ദുരന്തങ്ങൾക്ക് മുൻപേ വിചിത്ര സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നതായി ദൃക്സാക്ഷി വിവരണങ്ങളുമുണ്ട്. 2004 2 ലക്ഷത്തിലേറെ ആളുകളുടെ ജീവൻ അപഹരിച്ച സുനാമിക്ക് മുമ്പേ നിരവധി ആനകളും രാജഹംസങ്ങളും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് രക്ഷപ്പെട്ടിരുന്നു. നായ, പൂച്ച മുതലായ വളർത്തുമൃഗങ്ങൾ വീടിനകത്ത് അഭയം തേടിയതായി കണ്ടിരുന്നു. മൃഗങ്ങൾക്കു പിന്നാലെ തന്നെ മലമുകളിലേക്ക് ഓടിക്കയറി രക്ഷപ്പെട്ട മനുഷ്യരുമുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുൻപേ ഇറ്റലിയിൽ ഇടയ്ക്കിടെ ഭൂമികുലുക്കം ഉണ്ടാകുന്ന ഒരു പ്രദേശത്ത് നടത്തിയ ഗവേഷണം ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ഈ പ്രദേശത്തെ ഏതാനും നായകളിലും പശുക്കളിലും ചെമ്മരിയാടുകളിലും ചില ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഘടിപ്പിച്ച് അവയുടെ ചലനങ്ങൾ പഠിച്ചിരുന്നു. ഭൂമികുലുക്കത്തിന് ഏതാണ്ട് 20 മണിക്കൂറിന് മുൻപേ ആടുകളും പശുക്കളും അസാധാരണമായി പെരുമാറുന്നതായി ഗവേഷകന്മാർ നിരീക്ഷിച്ചു. നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ 8ൽ 7 ഭൂമികുലുക്കങ്ങൾ അവർക്ക് കൃത്യമായി പ്രവചിക്കാൻ കഴിഞ്ഞുവെന്നാണ് പറയുന്നത്. പെറുവിലും സിസിലിയിലും നടന്ന പഠനങ്ങളിലും സമാനമായിട്ടുള്ള ഫലങ്ങൾ തന്നെ ലഭിച്ചിരുന്നു എന്ന് ഗവേഷകർ പറയുന്നു. ഭൂമികുലുക്കത്തിന് ഏതാണ്ട് ഒരാഴ്ച മുമ്പേ തന്നെ മൃഗങ്ങൾ അസാധാരണ ചലനങ്ങൾ പ്രകടിപ്പിക്കുന്നതായി നിരീക്ഷിച്ചിരുന്നു. ക്രമേണ ചലനങ്ങൾ കുറഞ്ഞു വരികയും ഭൂകമ്പ സമയത്ത് നിശ്ചലരാകുകയും ചെയ്തു. മൃഗങ്ങളുടെ സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റങ്ങളുടെ കാരണം അന്വേഷണ വിധേയമാക്കിയിരുന്നു. ഭൂമികുലുക്കത്തിന് ആഴ്ചകൾക്ക് മുൻപേ തന്നെ അന്തരീക്ഷത്തിലെ വൈദ്യുത ചാർജുകൾക്ക് വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വ്യതിയാനങ്ങളാണ് മൃഗങ്ങളുടെ പെരുമാറ്റത്തിലും ചലനങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. ഭൂമികുലുക്കത്തിന് മുമ്പ് ഭൂമിക്കടിയിലുണ്ടാകുന്ന വൈദ്യുത മാറ്റങ്ങളാണ് അന്തരീക്ഷ വായുവിൽ വൈദ്യുത കണങ്ങൾ സൃഷ്ടിക്കുന്നത്. നമുക്കിതുവരെ കൃത്യമായി കണ്ടെത്താൻ പറ്റാത്ത മൃഗേന്ദ്രിയങ്ങൾ ഈ മാറ്റത്തോട് സംവേദിക്കുമ്പോഴാണ് അവയുടെ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. ഭൂമികുലുക്കത്തിന് മുമ്പേ അന്തരീക്ഷത്തിലുണ്ടാവുന്ന ചില വാതകങ്ങളുടെ സാന്നിധ്യവും മൃഗങ്ങളെ അസ്വസ്ഥരാക്കിയേക്കാം. 2001 ഭൂകമ്പത്തിൽ ഗുജറാത്തിൽ ആയിരക്കണക്കിന് മനുഷ്യർക്കാണ് ജീവഹാനി ഉണ്ടായത്. ഗുജറാത്തിലെ ഈയൊരു ഭൂകമ്പം നടക്കുന്നതിന് മുൻപായി പ്രഭവ കേന്ദ്രത്തിന് ചുറ്റുമുള്ള അന്തരീക്ഷത്തിൽ കാർബൺ മോണോക്സൈഡ് എന്ന വാതകത്തിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിച്ചതായി കണ്ടെത്തിയിരുന്നു.
ഭൂമിക്കടിയിലെ പാറകളിൽ രൂപപ്പെട്ട സമ്മർദ്ദമാകാം ഈ വാതകത്തിന്റെ അളവ് കൂടാൻ കാരണമായത്. ഈ വാതകത്തിന്റെ വർധനവ് ഒരുപക്ഷെ മൃഗങ്ങളുടെ പെരുമാറ്റത്തെ സ്വാധീനിച്ചിട്ടുമുണ്ടാകാം. പ്രകൃതി ദുരന്തങ്ങൾക്ക് മുൻപേ മൃഗങ്ങൾ പ്രകടിപ്പിക്കുന്ന വിചിത്ര സ്വഭാവങ്ങളുടെ കൃത്യമായ കാരണങ്ങൾ കണ്ടെത്തണമെങ്കിൽ ഇനിയും ഒട്ടേറെ പഠനങ്ങൾ അനിവാര്യമാണ്. പ്രകൃതി ദുരന്തങ്ങൾ കൃത്യമായി പ്രവചിക്കാൻ ഉതകുന്ന സാങ്കേതിക വിദ്യകൾ നാം ഇതുവരെ സ്വായത്തമാക്കിയിട്ടില്ല. സാധ്യതകൾ മാത്രമേ പ്രവചിക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ കൃത്യമായി ഏതു സമയത്ത് ഭൂകമ്പമുണ്ടാകുമെന്നോ ഉരുൾപൊട്ടുമെന്നോ സുനാമി ഉണ്ടാകുമെന്നോ അഗ്നിപർവ്വത വിസ്ഫോടനമുണ്ടാകുമെന്നോ പ്രവചിക്കുക അസാധ്യം തന്നെയാണ്. മനുഷ്യന്റെ ഇന്ദ്രിയങ്ങൾക്കാകട്ടെ ദുരന്ത സൂചനകൾ മുൻകൂട്ടി ഉൾക്കൊള്ളാനുള്ള ശേഷിയുമില്ല. പക്ഷേ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഷഡ്പദങ്ങൾക്കും മനുഷ്യന് കേൾക്കാൻ കഴിയാത്ത ശബ്ദങ്ങൾ കേൾക്കാനും കാഴ്ചകൾ കാണാനും ഗന്ധങ്ങൾ മണത്തറിയാനും സാധിക്കുമെന്ന് പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട്. മഴ പെട്ടെന്ന് ശക്തമായി പെയ്യുന്ന സമയങ്ങളിൽ അന്തരീക്ഷ താപത്തിലും ഈർപ്പത്തിലും എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്? ഈ മാറ്റങ്ങൾ മൃഗങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമോ? ഇങ്ങനെയുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാകുമോ വയനാട്ടിലെ ദുരന്തമുഖത്തു നിന്നും ആനകൾ ഉയരങ്ങളിലേക്ക് അഭയം തേടിയത് എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളെല്ലാം തന്നെയും ബാക്കിയാണ്. ഈ ചോദ്യങ്ങൾക്കൊന്നും തന്നെ നമുക്ക് കൃത്യമായ ഉത്തരങ്ങളുമില്ല. മനുഷ്യേന്ദ്രിയങ്ങൾക്കോ നിലവിലുള്ള സാങ്കേതിക വിദ്യകൾക്കോ അപ്രാപ്യമായത് പ്രകൃതി ദുരന്തങ്ങളോട് പക്ഷിമൃഗാദികൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് ആഴത്തിലും സൂക്ഷ്മമായും പഠിച്ചാൽ പ്രാപ്യമായി വന്നേക്കാം. നമ്മുടെ ശാസ്ത്രജ്ഞന്മാരും സാങ്കേതിക സ്ഥാപനങ്ങളും ഇത്തരം ഗവേഷണങ്ങൾക്ക് അതീവ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. തൽഫലമായി ഒരുപക്ഷെ പ്രകൃതി ദുരന്തങ്ങളിൽ ഹനിക്കപ്പെടുന്ന നൂറുകണക്കിന് മനുഷ്യജീവന് രക്ഷാകവചമൊരുക്കാൻ ഒരുപക്ഷെ മൃഗങ്ങളിലൂടെ നമുക്ക് സാധിച്ചേക്കാം.